ബീഹാറിൽ യുദ്ധപാളയങ്ങളിൽ തകൃതിയായി തന്ത്രങ്ങൾ മെനയുകയാണ് പാർട്ടികൾ. ചെറുതും വലുതുമായ ചെറുകക്ഷികൾ തങ്ങളുടെ നിലയുറപ്പിക്കാൻ മുന്നണികളുടെ ചേരിയിലേക്ക് ചേക്കേറാൻ തുനിയുകയാണ്. RJD ബീഹാറിലെ ഏറ്റവും വലിയ ജനസ്വാധീനമുള്ള പാർട്ടിയായി തലയുയർത്തിപ്പിടിച്ചു നിൽക്കുമ്പോൾ അതിന് വെള്ളവും വളവും നൽകി എല്ലാ രാഷ്ട്രീയ പ്രതിസന്ധികളും അവസാനിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് RJDയുടെ ഒപ്പമായപ്പോൾ യഥാർത്ഥത്തിൽ ബീഹാറിൻ്റെ രാഷ്ട്രീയ മണ്ണ് പുളകിതമായി ജനം ഒരേ സ്വരത്തിൽ RJDക്ക് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ബീഹാറിൽ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത ജൻസി വിപ്ലവത്തിൻ്റെ മാറ്റൊലി അലയടിക്കുമ്പോഴും അതിനോടൊപ്പം വികസനമെത്താത്ത ബീഹാർ ഗ്രാമങ്ങളുടെ ഒരു സപ്പോർട്ട് കൂടി ഉയരുന്നുണ്ട്. സ്ത്രീകളുടെ ഒരു പ്രതീക്ഷ. 20 വർഷത്തെ നിതീഷ് ഭരണത്തിൽ നിന്നും ഒരു മുക്തി ആഗ്രഹിച്ച് പ്രതീക്ഷാ നിർഭരമായ ഒരു മാറ്റത്തിനായി അവിടുത്തെ ജനത തയ്യാറായി കഴിഞ്ഞു. യുവത്വത്തിൻ്റെ പ്രസരിപ്പോടെ വികസനത്തിൻ്റെ കാഹളം മുഴക്കി തേജസ്വി യാദവ് അവിടെ തേര് തെളിക്കാൻ നിയോഗിക്കപ്പെട്ടു കഴിഞ്ഞു. രാജ്യം ഏറ്റവും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൂടി ബീഹാറിൻ്റെ രാഷ്ട്രീയ മണ്ണിൽ കോൺഗ്രസ് ഭാഗധേയം ഉറപ്പിച്ചപ്പോൾ RJD നേതാവ് തേജസ്വിയുടെ ഗ്രാഫ് 10 മടങ്ങ് ഉയരുന്നതാണ് നമ്മൾ കാണുന്നത്. ജാതി ഗ്രൂപ്പുകളോടൊപ്പം ഇലക്ടറൽ പൊളിറ്റിക്സിൽ അവിടെ RJDക്ക് ഗുണം ചെയ്യുക സ്ത്രീകളുടെയും യുവാക്കളുടെയും മുന്നേറ്റമാണ്. അതാണ് അവിടെ സംഭവിക്കുന്നതും. ഈ തിരിച്ചറിവിലാണ് നിതീഷ് കുമാറും NDAയും. 7.43 കോടി വോട്ടർമാരിൽ 3.5 കോടി സ്ത്രീകളും 1.5 കോടി യുവാക്കളുമാണ് ഉള്ളത്. പുതുതായി വോട്ട് ചെയ്യാനെത്തുന്ന 14 ലക്ഷം വോട്ടർമാരും അവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ ടാർഗറ്റാണ്. ആ നിലയ്ക്ക് കുറെ കൂടി വിജയസാധ്യതയുള്ള ഇലക്ടറൽ ഫോർമുല നിതീഷ് കൊണ്ടുവരുന്നു എങ്കിലും അതിനെ വെല്ലുന്ന RJD കോൺഗ്രസ് സഖ്യത്തിൻ്റെ MY ഫോർമുലയാണ് ഇപ്പോൾ ബീഹാറിൽ ചലനം സൃഷ്ടിച്ച് കഴിഞ്ഞിരിക്കുന്നത്. 2 പതിറ്റാണ്ടായി മുഖ്യമന്ത്രി സ്ഥാനത്തുള്ള നിതീഷിൻ്റെ അവസരവാദ നയങ്ങൾ തുറന്നു കാട്ടാൻ കഴിയുന്ന പ്രതിപക്ഷമാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത്. അധികാരത്തിന് വേണ്ടി ഏത് മുന്നണിയിലും തരാതരം കളിക്കാനറിയുന്ന നിതീഷിൻ്റെ വിശ്വാസ്യത നഷ്ടമായിട്ടുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിമർശനം. ക്ഷേമ പദ്ധതികളിലൂടെയുള്ള പ്രീണനയത്തിൽ കവിഞ്ഞ് അടിസ്ഥാന വിഷയങ്ങൾ നിതീഷ് ഭരണത്തിൽ തീർത്തും അവഗണിക്കപ്പെട്ടു. അധികാരമുറപ്പിക്കാൻ മുന്നണികൾ മാറി രാഷ്ട്രീയ കസേരകളി നടത്തുന്ന പൽത്തൂറാം എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് നിതീഷിനെ. സ്വന്തം ഭരണം സ്ഥാപിക്കാൻ കിനാവ് കണ്ടിരിക്കുന്ന BJP ആകട്ടെ നിതീഷിനെ ചേർത്ത് പിടിച്ച് നിലത്തടിക്കുക എന്ന സൂത്രമാണ് ഇത്തവണയും പയറ്റുന്നത്. നിതീഷിൻ്റെ പ്രതിച്ഛായ മോശമായി എന്ന് മുന്നണിയുടെ അകത്തളങ്ങളിൽ ക്യാമ്പയിൻ നടത്തിയും കഴിഞ്ഞ തവണ JDUവിനെ പിടിച്ചുകെട്ടി ചിരാഗ് പാസ്വാന്റെ LJPക്ക് ന്യായമായ പങ്ക് നൽകിയുമാണ് BJP ആദ്യ ജയം അവിടെ നേടിയത്. ഒരു MLA മാത്രമുള്ള LJPക്ക് BJP കനിഞ്ഞരുളിയത് 29 സീറ്റ്. നിതീഷിനെതിരായ സമ്മർദ്ദ സീറ്റുകളായി ഇവ ഉപകാരപ്പെടുമെന്നാണ് BJP ദേശീയ നേതൃത്വത്തിൻ്റെ പ്രതീക്ഷ. 2020 NDAയുടെ ഭാഗമല്ലാതിരുന്നിട്ടും ലോക ജനശക്തി പാർട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് നിതീഷിനെ ഒതുക്കാനായി എങ്കിൽ ഇത്തവണ സഖ്യകക്ഷിയായി മാറിയ ഇതേ പാർട്ടിയെ ഉപയോഗിച്ച് തന്നെ നിതീഷിനെ നേരിടുകയാണ് BJP അവിടെ. ചുരുക്കത്തിൽ കഴിഞ്ഞ തവണത്തെ പോലെ നിതീഷിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പദം ഇത്തവണ ഈസി ചോയ്സ് ആയിരിക്കുകയില്ല. നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ BJP ദേശീയ നേതൃത്വം ഇന്ന് വരെ തയ്യാറായിട്ടുമില്ല. ഒരു പ്രചരണ യോഗത്തിൽ പോലും നിതീഷിൻ്റെ പേര് അടുത്ത മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പറയാതിരിക്കാൻ അമിത്ഷാ അടക്കമുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുമുണ്ട്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ BJP മഹാരാഷ്ട്രയിൽ ശിവസേനയ്ക്കെതിരെ ഏകനാഥ് ഷിൻഡെയെ ഉപയോഗിച്ച് നടത്തിയ വിഭജന തന്ത്രം തന്നെയാണ് ബീഹാറിലും BJP പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി RLM, ഹിന്ദുസ്ഥാൻ ആവാം മോർച്ച തുടങ്ങിയ സഖ്യകക്ഷികളെയും നിതീഷിനെതിരെ തങ്ങളുടെ പക്ഷത്താക്കാൻ സീറ്റ് വിഭജനത്തിലൂടെ അമിത്ഷായ്ക്ക് നിഷ്പ്രയാസം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ BJP മുന്നിൽ കണ്ടുകൊണ്ടുവരുന്ന ഈ ചതിയുടെ പരീക്ഷണങ്ങൾ നിതീഷിൻ്റെ മുന്നിൽ വിലപ്പോവില്ല. കാരണം നിതീഷ് അത് മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് മാത്രമല്ല, മുൻകൂട്ടി നിതീഷ് ചരടുവലിയിൽ തുടങ്ങിയും കഴിഞ്ഞു. നിതീഷ് കുമാർ വാഗ്ദാനങ്ങൾ കൊണ്ട് ബീഹാർ ജനതയെ കൂടെ നിർത്താൻ തുനിഞ്ഞിറങ്ങുകയാണ്. എന്നാൽ നിതീഷിൻ്റേത് പൊള്ളയായ വാഗ്ദാനങ്ങളാണ് എന്ന് ഉയർത്തിക്കാട്ടി തേജസ്വി യാദവ് സ്ത്രീ വോട്ടർമാർ, അതായത് തൊഴിലില്ലാത്ത സ്ത്രീകൾക്ക് 2500 രൂപ വീതം നൽകുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനു മേലെയാണ് നിതീഷ് പറയുന്നത് പ്രതിമാസം 10,000 രൂപ നൽകാം എന്നത്. പക്ഷേ 20 വർഷമായി ബീഹാർ ഭരിക്കുന്ന നിതീഷ് ഇതുവരെ കൊടുക്കാൻ തുനിയാത്ത ഈ 10,000 രൂപ ഇപ്പോൾ പ്രഖ്യാപിച്ചത് വെറും പൊള്ളയായ വാഗ്ദാനം മാത്രമാണ് എന്നാണ്
തേജസ്വി യാദവ് പറയുന്നത്. ഇപ്പോൾ സ്ത്രീകളുടെ പെൻഷൻ പദ്ധതികൾ നിതീഷ് കുമാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 400 രൂപയിൽ നിന്നും 1500 രൂപയായി പെൻഷൻ വർദ്ധിപ്പിക്കാമെന്ന് തേജസ്വി യാദവ് പറഞ്ഞപ്പോൾ നിതീഷ് അത് 1100 രൂപയായി വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിക്കുന്നു. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അവിടെ ബീഹാറിൽ നിതീഷ് കുമാർ തേജസ്വി യാദവിനെ ഭയപ്പെടുന്നു എന്നതാണ്. ആ ഭയപ്പാടിൽ നിന്ന് നിതീഷ് എങ്ങനെയും ഭരണ തുടർച്ചയ്ക്കായി കിണഞ്ഞ് പരിശ്രമിച്ച് ജനത്തിന് ഇത്തരം വാഗ്ദാനങ്ങൾ കൊടുക്കുമ്പോൾ സത്യത്തിൽ അതിൻ്റെ ഗുണം RJDക്കാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് മഹാസഖ്യം വാർത്താ സമ്മേളനത്തിൽ ഔദ്യോഗികമായി തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് മഹാസഖ്യത്തിൻ്റെ കെട്ടുറപ്പ് ഉറക്കെ അവിടെ പ്രഖ്യാപിക്കുകയായിരുന്നു. അതോടെ NDAയുടെ ഭയം അവിടെ വർദ്ധിച്ചു. ബീഹാർ തെരഞ്ഞെടുപ്പ് കളത്തിൽ വിഹലത പൂണ്ട് മോദിയും സംഘവും തന്ത്രങ്ങളെല്ലാം തകർന്ന് നിരായുധരായി പകച്ചു നിൽക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.